ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ഫ്രൈഡ് ചെമ്മീൻ ബിരിയാണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പ്രോൺസ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല രുചിയും മണവുമുള്ള ഈ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 900 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള കണക്കാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും പിന്നെ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഞാനൊരു ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഗീയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയും ഗീയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കുക. റൈസിൻസ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നാൽ പിന്നെ ഇത് രണ്ടും ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അപ്പോൾ ഞാനിത് രണ്ടും ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം പിന്നെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാള നേരിയതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതാണ്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. സവാള കട്ട് ചെയ്തത് മുഴുവനായിട്ടും എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഫ്രൈ ചെയ്തെടുത്ത സവാള പകുതി നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതും ബാക്കി പകുതി നമുക്ക് ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതുമാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ സവാള മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാവാതെ ഈ ഒരു കളറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത ഈ സവാള ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ സെയിം എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വലിയ പോട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ചെമ്മീൻ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെമ്മീൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും വേവിച്ചെടുക്കുക. ചെമ്മീൻ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു 1/4 ഭാഗം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ വെന്ത് കിട്ടും. ചെമ്മീൻ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു റബ്ബർ പോലെ ആവും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ചെമ്മീൻ ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ ചെമ്മീൻ മുഴുവനും ഒരു ബൗളിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ എണ്ണയിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ. കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് വെക്കുമ്പോൾ ജീരകശാല റൈസൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഈ റൈസ് നല്ലതുപോലെ കഴുകിയിട്ട് ഈ റൈസിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഇവിടെ അടച്ച് വെക്കുകയാണ്.
ഇപ്പം നമ്മുടെ സവാള നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഇത് മൂന്നും കൂടി ഒരു 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ റോട്ടേഴ്സ് ഉണ്ടല്ലോ അതൊന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോട്ടേഴ്സ് ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത അത്യാവശ്യം വലിപ്പമുള്ള 3 തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ തൈരാണ്. തൈര് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനില്ലേ അത് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയും ചെമ്മീനും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തലശ്ശേരി ബിരിയാണി മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ 2 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ബിരിയാണി മസാലയിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു തലശ്ശേരി ബിരിയാണി മസാല പൗഡർ തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കിയിട്ട് അതുപോലെ തയ്യാറാക്കി നോക്കൂട്ടോ. ഇനി ഈ ചെമ്മീനിൽ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കറിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തെടുത്ത റൈസ് ചേർത്ത് കൊടുക്കുക. ഈ റൈസ് നമ്മൾ വറ്റിച്ചെടുക്കല്ല ചെയ്യുന്നത് കേട്ടോ, ഇതിലെ വെള്ളം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ റൈസ് മുഴുവനായിട്ടും വേവിച്ചെടുക്കാതെ ഒരു 90% വേവിച്ചെടുക്കുക. ബാക്കി 10% നമ്മൾ ഈ റൈസ് ദം ചെയ്തെടുക്കുമ്പോൾ വെന്ത് കിട്ടും. ഇപ്പോൾ ഈ റൈസ് ഒരു 90% വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഈ വെള്ളത്തിൽ നിന്നും ഈ റൈസ് ഒരു സ്ട്രെയിനർ കൊണ്ട് ഇതിലെ വെള്ളം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ റൈസിലെ വെള്ളം മുഴുവനായിട്ടും വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ദം ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയിൽ നിന്നും പകുതി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്രൈഡ് ഓനിയൻ ഇതുപോലെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ റൈസ് ഒരു 3 ലെയറായിട്ടാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. ഇനി ഈ റൈസിന് മുകളിലേക്ക് തലശ്ശേരി ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഈ ബിരിയാണി മസാല പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയും കിസ്മിസും കാഷ്യൂ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷവും മല്ലിയിലയും പുതിനയിലയും ബിരിയാണി മസാലയും ഫ്രൈ ചെയ്തെടുത്ത ഒനിയനും കാഷ്യൂ നട്ട്സും കിസ്മിസും ഗീയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൈസ് 3 ലെയറാക്കാതെ 2 ലെയറിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ പാത്രം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ദം ചെയ്തിട്ടെടുക്കുക. നിങ്ങളെടുക്കുന്ന അടപ്പിന് ഇതുപോലത്തെ ഹോളുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് കൊടുക്കണം കേട്ടോ. ഈ ഹോൾ അടച്ച് കൊടുത്താലേ ചൂട് മുകളിലേക്കൊക്കെ ഒരുപോലെ എത്തിയിട്ട് നമുക്ക് ഈ ബിരിയാണി നല്ലതുപോലെ ദമ്മായി കിട്ടുള്ളൂ.
ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തന്നെ തുറക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 20 മിനിറ്റ് കൂടി അടപ്പ് തുറക്കാതെ ഇതേപോലെ വെക്കുക. അതിനുശേഷം നമുക്ക് ഈ അടപ്പ് തുറന്നിട്ട് ബിരിയാണി മിക്സ് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ബിരിയാണി നല്ലതുപോലെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ഫ്രൈഡ് ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബിരിയാണി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സെർവ് ചെയ്യാണ്. ഈ ഒരു ബിരിയാണി ചെമ്മീൻ കൊണ്ട് മാത്രമല്ല, ഇതേ രീതിയിൽ മട്ടൻ കൊണ്ടും ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതേ രീതിയിൽ ബിരിയാണി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് പോലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.